ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ കാസ ഡൊമിനി എന്ന് പറയുന്ന ഒരു ഹോം സ്റ്റേയിലാണ് ഞാൻ കറൻ്റ് ഉള്ളത് ഇൻ ഗോവ കേട്ടോ. അപ്പോൾ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. കിളി, നീ ഓക്കെ അല്ലേ? നീ ഹാപ്പി അല്ലേ? സേഫായിട്ടിരിക്കണം. പിന്നെ എന്താ, വീട്ടിലെന്താ പ്രശ്നം? വീട്ടിലെ പ്രശ്നങ്ങൾ മാറിയില്ലേ എന്നൊക്കെയായിരുന്നു. അതിനെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ കിളി വന്നിട്ടുള്ളത്. എൻ്റെ സൗണ്ട് കുറച്ച് മാറിയിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വിചാരിക്കരുത്. രാത്രിയൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഭയങ്കര സൗണ്ടിൽ മഞ്ഞത്തൊക്കെ ഇരുന്ന് തണുപ്പത്തൊക്കെ ഇരുന്ന് പാട്ട് പാടുന്നതുകൊണ്ട് തൊണ്ട കുറച്ച് സീനാണ്. എന്നാലും ഞാൻ പറയാം, ദ തിങ് ഈസ്, എൻ്റെ പപ്പയും മമ്മിയും എന്നെ ഭയങ്കരമായിട്ട് നല്ല സ്നേഹത്തോടെ നല്ല കാര്യമായിട്ട് ഈ കഴിഞ്ഞ കുറച്ചൊരു 8-9 മാസം എന്നെ നന്നായി നോക്കി കേട്ടോ, ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ. പക്ഷേ ദ പ്രോബ്ലം ഈസ്, ഞാൻ ഒരു BPD പേഷ്യൻ്റാണ്. അപ്പോൾ ബൈപ്പോളർ ഡിസോർഡർ എന്ന് പറയും. അപ്പോൾ ഇത് ഈ ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഒരേ സമയത്ത് വരിക, ഒരുപാട് നേരം, അതായത് ഡെയിലി ഉറങ്ങാതിരിക്കാൻ പറ്റുക, ഉറങ്ങിയില്ലെങ്കിലും ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, പിന്നെ വിത്തൗട്ട് റീസൺ കരയുക, ഭയങ്കര ലോസ്റ്റ്, അങ്ങനെ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവല്. സോ ഇത് ശരിക്കും ട്രീറ്റ് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. ദ തിങ് ഈസ്, എനിക്കൊരു നമ്മുടെ നാട്ടിലുള്ളൊരു ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. ബിക്കോസ് അവർ തരുന്നത് ഗുളികകൾ മാത്രമാണ്. ഇംഗ്ലീഷ് ഗുളികകൾ തന്നാൽ അത് പ്രത്യേകിച്ച് എൻ്റെ ഹെൽത്തിന് അത് ഭയങ്കര എഫക്റ്റ് ചെയ്യും. അതല്ലാതെ ഇപ്പം നോക്ക്, ഞാൻ എന്തുകൊണ്ടിട്ടാണ് വൈ ഐ ചൂസ് ഗോവ എന്ന് ചോദിച്ചാൽ, ഇവിടെ ഉള്ള ആൾക്കാർ നമ്മളെ മൈൻഡ് ചെയ്യില്ല, നമ്മളാരാന്ന് അവർക്കറിയില്ല. അപ്പോൾ എന്താ ഒരു ഇതെന്ന് വെച്ചാൽ, അവരും ഹാപ്പിയാണ്. എല്ലാവരുടെയും ഫേസ് നിങ്ങൾ നോക്കിയാൽ അറിയാം, അവരെല്ലാം ഒരു ഹാപ്പി ആയിട്ട് ചിരിച്ചുകൊണ്ടായിരിക്കും നടക്കുക. അവർ കാരണം സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ഗോവയിൽ വന്നതാണ്. ഡെഫിനറ്റ്ലി അവർ കരഞ്ഞുകൊണ്ടിരിക്കില്ലല്ലോ. ചിലർ മാത്രം സങ്കടപ്പെട്ടൊക്കെ ഇരിക്കും വിത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട്. എന്നാലും മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ അങ്ങനെയാണ്. പിന്നെ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാം, സംസാരിക്കാം, ബുക്സ് വായിക്കാം, പുറത്ത് പോയി ഇങ്ങനെ വെറുതെ ഇരിക്കാം. ആരെങ്കിലും വന്നിട്ട് എന്താ ഇവിടെ എന്ന് പറഞ്ഞിട്ട് സദാചാരക്കാർ അങ്ങനത്തെ തെണ്ടികളുണ്ടാവില്ല. നാട്ടിലാണെങ്കിൽ പിന്നെ വേറൊരു സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ്യൂം. എന്ത് കോസ്റ്റ്യൂം ഇട്ടാലും എന്നെ നോക്കുന്നത് ഒരു അന്യഗ്രഹ ജീവിനെ പോലെയാണ്. ഇവളെന്താ മുടി കട്ട് ചെയ്തേക്കുന്നേ? ഇവളെന്താ ഇങ്ങനെ കണ്ണെഴുതുന്നേ? ഇവളെന്താ ലിപ്സ്റ്റിക്ക് ഇങ്ങനെ ഇട്ടേക്കുന്നേ? ഇവളുടെ കണ്ണെന്താ ഇങ്ങനെ ഇരിക്കണേ? അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ. അപ്പോൾ അവരൊക്കെ എന്നെ കാണുമ്പോൾ ഒരുമാതിരി അന്യഗ്രഹ ജീവനെ പോലെ നോക്കുന്നേ. ദാറ്റ്സ് സോ വിയേർഡ് ഗൈസ്. അപ്പോൾ ഞാനിത് കുറേ നാളായിട്ട് ഒരു സഫോക്കേഷൻ എന്ന് പറഞ്ഞാൽ മാത്രമല്ല, എനിക്ക് എൻ്റെ റൂമിൽ ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് ഒരു കുറച്ച് ദിവസങ്ങൾ മുന്നേ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഉറക്കമില്ല. അപ്പോൾ ഞാൻ ഉറങ്ങാൻ ഒരു മണി, രാത്രി ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഫോണൊന്നും ഓണല്ല, ഫോണിങ്ങനെ കിടക്കണം, ഞാൻ ഉറങ്ങാതെ കിടക്കുക. അപ്പോൾ എൻ്റെ റൂമിൻ്റെ ഡോറ്, ജനലിൻ്റെ ഡോറ് കുറച്ചിങ്ങനെ ഓപ്പണായി കിടക്കുക, കാറ്റ് കയറാൻ വേണ്ടി. കുറച്ച് ചൂടുള്ള സമയമാണല്ലോ. അപ്പം ഞാൻ ഈ ജനൽ കുറച്ചൊരു ഓപ്പൺ ആവുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ എനിക്ക് ഇത് അങ്ങനെ ഒന്നും ഓപ്പൺ ആകുമ്പോൾ സൗണ്ട് കേൾക്കില്ല. ഇതെന്താ സൗണ്ട് കേൾക്കണേ? ഓപ്പൺ ആവൂലേ സംഭവം പെട്ടെന്ന്, അഥവാ ഓപ്പൺ ആയാൽ സൗണ്ട് കേൾക്കും, അങ്ങനെയാണ്. അപ്പം ഞാനിത് ജസ്റ്റ് എൻ്റെ ഒരു ഡൗട്ട് വന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ ജനലിൻ്റെ പുറത്തുനിന്ന് ഒരു കോല് കട്ടൻ്റെ അങ്ങോട്ട് നീണ്ടു വരിക. ഐ വാസ് ലിറ്ററലി എന്താ പറഞ്ഞാൽ പേടിച്ചിട്ട് ഞാൻ അയ്യോ അപ്പേ മമ്മി എന്ന് പറഞ്ഞിട്ട് ഞാൻ റൂമിൽ ലൈറ്റ് ഇട്ടിട്ട് എഴുന്നേറ്റ് ഹോളിൽ പോയിട്ട് ഒരു 5 more minutes കഴിഞ്ഞിട്ടാണ് പപ്പയും മമ്മിയും എഴുന്നേറ്റ് റൂമിൽ വരണത്. അന്ന് ഞാൻ ഭയങ്കര പേടിച്ചു. ഇതുപോലത്തെ ഒരു സെയിം ഇൻസിഡൻറ്റ് ഞാൻ ഏവിയേഷൻ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതും എനിക്ക് സഫോക്കേഷനാണ്. പിന്നെ രാത്രി ഉറക്കില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ എൻ്റെ പപ്പയും മമ്മിയും അനിയനും മാത്രമേ ഉള്ളൂ. എൻ്റെ അനിയൻ ഇത്രയും നാളും എന്നോട് സംസാരിക്കില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ഒരുപാട് സംസാരിച്ചു. അവൻ എന്നോട് പറഞ്ഞത്, എടി നിനക്കിഷ്ടമുള്ളത് ചെയ്തോ, നീ എവിടെയാണെങ്കിലും നീ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന്. ഇത്രയും വർഷമായിട്ട് സംസാരിക്കാത്ത ഒരു അനിയൻ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത്രയും ഹാപ്പിയാണ്. പിന്നെ ഡെഫിനറ്റ്ലി എൻ്റെ ബോയ് ഫ്രണ്ടും എന്നെ വിളിച്ചിരുന്നു. ബട്ട് ഇവിടെ വന്ന് ഒരു 2ാമത്തെ ദിവസം നീ നാട്ടിലെത്തിയിട്ടാ നിന്നെ വിളിക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, നീ എന്തുകൊണ്ടിട്ടാണ് നാട്ടിൽ നിൽക്കാത്തത്?
സാധാരണ പെൺകുട്ടികളെ പോലെ അല്ലാത്തത് എന്താ? കേരളത്തിൽ നിന്ന് ഒരു പെൺകുട്ടി എന്നെ പോലെ ലൈക്ക് യോയോ പറഞ്ഞിട്ട് എന്താ പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഗോവ എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആരുമില്ല. അത് കിളി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിളി എന്നെ സുമ്മാവ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ദ തിങ് ഈസ്, നമ്മൾ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ പകലും ഒട്ടും ഉറങ്ങാതിരിക്കുന്ന ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കുമെന്ന് വെച്ചാൽ ഒരുപാട് ബാഡ് തോട്ട്സ് വരും. ആക്ച്വലി നമ്മൾ മനുഷ്യർ പോസിറ്റീവായിട്ട്, എല്ലാ മനുഷ്യരും പോസിറ്റീവിനേക്കാളും കൂടുതൽ തിങ്ക് ചെയ്യുന്നത് ബാഡ് കാര്യങ്ങളായിരിക്കും മൈൻഡിൽ. എനിവേയ്സ്, അപ്പോൾ നമ്മൾ ഈ രാത്രി ഉറങ്ങാത്ത രാത്രികളിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പ്രസൻറ്റ്, ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ ഭയങ്കര ചിന്തകൾ. കുറച്ചൊക്കെ എനിക്ക് എൻ്റെ ഈ അസുഖത്തിൻ്റെയും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കടന്നു വന്നിട്ടുള്ള വഴികൾ, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് ലൈക്ക് ഹേർട്ട് ബ്രോക്കൺ തിങ്സ് ഉണ്ടാവുക പറയില്ലേ, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ രാത്രിയിലൊക്കെ ഉറങ്ങാത്ത സമയത്ത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിക്കും, നീ ടാറ്റു അടിച്ചപ്പോൾ വേദനിച്ചോന്ന്? അപ്പോൾ ഞാൻ പറയും, വേദനിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടാറ്റു അടിക്കുന്നതെന്ന്. സീരിയസ്ലി, ഇതിപ്പോൾ ഇവിടെ അടിച്ചാലും കാലിലടിച്ചാലും എന്താ പറഞ്ഞാൽ എവിടെ ടാറ്റു അടിച്ചാലും ഭയങ്കര പെയിൻഫുള്ളാണ്. ലൈക്ക് ഈ സൂചിൻ്റെ ലൈക്ക് ഇങ്ക് വെച്ചിട്ടുള്ള നീഡിലാണല്ലോ ഇങ്ങനെ ചികിച്ചിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തുന്നത്. അപ്പോൾ ആ പെയിനൊന്നും എനിക്ക് ഒന്നുമല്ല. ആ ഒരു പെയിൻ കിട്ടുമ്പോൾ ഞാൻ കുറച്ച് നേരം എൻ്റെ ഉള്ളിലൊരു പെയിൻ ഞാൻ മറന്നു പോവാം. അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ രാത്രി പപ്പയും മമ്മിയും കിടന്നുറങ്ങും, അവനും ഉറങ്ങും, അല്ലെങ്കിൽ ഫോൺ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. ഞാൻ ലൈക്ക് ആരുമില്ലാതെ ഒറ്റയ്ക്ക്, ആരോടും സംസാരിക്കാനില്ലാതെ എത്ര നേരമാണെന്ന് ചോദിച്ചിട്ടാണ് കണ്ണ് തുറന്ന് ഇങ്ങനെ ആകാശവും ഇല്ല, ആകാശം ഉണ്ടെങ്കിൽ ഓക്കെ, ആകാശത്തേക്ക് നോക്കി കിടക്കാൻ ഞാൻ ഓക്കെയാണ്, വില്ലിങ്ങാണ്. ബട്ട് ദ തിങ് ഈസ്, ഒരു ജനൽ പോലും ഇല്ലാതെ ഒരു ഇരുട്ടുള്ള മുറിയിൽ, അത് ലൈക്ക് എനിക്ക് മരിക്കുന്നതിന് തുല്യമായിരുന്നു. സോ ഞാനൊരു തീരുമാനം എടുത്തു, ചേഞ്ച് യുവർ എൻവയൺമെൻറ്റ്, മരിക്കാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എന്തിനാ, ഒരു കുഞ്ഞു ജീവിതമല്ലേ ഉള്ളൂ, എപ്പോഴാണ് മരിക്കാമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജീവിച്ചിരിക്കുന്ന സമയത്ത് ഹാപ്പി ആയിട്ട് പീസായിട്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ബാഗൊക്കെ തൂക്കി എവിടെയാണ്, ഗോവയിൽ വന്നിട്ടുള്ളത്. എൻ്റെ പപ്പ എന്നോട് കുറച്ച് പിണക്കാണ്, പക്ഷെ മമ്മി എപ്പോഴും വിളിക്കും, അപ്ഡേറ്റൊക്കെ കൊടുക്കുന്നുണ്ട്, ഞാൻ ഹാപ്പിയാണ്. ഭയങ്കര സേഫായിട്ടാണ് ഇവിടെ. ലൈക്ക് രാത്രി ഇപ്പോൾ ഉറങ്ങാതിരുന്നാലും ഒരുപാട് പേര് ഫ്രണ്ട്സ് തന്നെ കിട്ടും, കമ്പനി വരും. ലൈക്ക് അവരൊക്കെ നമുക്കൊരു ഹോംലി ഫീലാണ്, ഒരു അച്ഛനെ പോലെ, ഒരു ചേട്ടനെ പോലെ, ഒരു അനിയനെ പോലെയൊക്കെ. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ ആരും ഇല്ലാത്ത സമയത്ത്, ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ബുക്കൊക്കെ വായിക്കുന്നുണ്ട്. ഈ ബുക്ക് എനിക്ക് ആക്ച്വലി ഒരാൾ ഗിഫ്റ്റ് തന്നാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാം. ആൻഡ് എൻ്റെ ഇനി വരുന്ന എല്ലാ വീഡിയോസും കിടിലനായിരിക്കും. ഇത് എന്താ പറയുന്ന, കിളിയുടെ ഉറപ്പാണ്, കിളി എന്നെ സുമ്മാ അറിയാലോ. അപ്പം ഞാൻ ആക്ച്വലി ഇതൊന്നും അല്ല ഇൻട്രൊഡക്ഷൻ തരണം എന്ന് വിചാരിച്ചത്. ഞാനിത് പറയാൻ കാരണം, ഇന്നൊരാളുടെ മുന്നിൽ വെച്ചിട്ട് എനിക്ക് ചിലപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇത് കാര്യത്തിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് വൃത്തിക്ക് പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, ബൈ.